ഹായ് ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് രേണുസുധിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. രേണുസുധീൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കുറച്ച് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള, അതായത് നെഗറ്റീവ് കമൻസ്, അവർക്ക് കിട്ടിയ നെഗറ്റീവ് കമൻസ്, അതുപോലെ തന്നെ ക്യാൻസർ എന്നുള്ള ഭീകരതയിലൂടെ കടന്നു പോകുമ്പോഴും അവരനുഭവിക്കുന്ന സ്ട്രഗിൾസ് കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്തതിനെക്കുറിച്ചും അതുപോലെ കിച്ചുവിനെ കുറിച്ചും അവർ കൂടുതലായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഇൻ്റർവ്യൂ അതിൽ കണ്ടിട്ട് വരാം അല്ലേ. സംഗീത പറഞ്ഞ ഒരു കാര്യം ഞാൻ ഞെട്ടിപ്പോയി. എന്നെ വെച്ചിട്ട് 68 ലക്ഷം, പിന്നെ അവരെന്നെ വെറുതെ വിടുവോ? എന്നെ അവർ വെറുതെ വിടുവോ? എനിക്ക് തോന്നുന്നില്ല. അത് പറയുന്നതിന് ഒരു മര്യാദയുണ്ട്, അതില്ല അവർ. ആ സ്ത്രീ, എനിക്ക് സ്ത്രീ എന്ന് പോലും ഞാൻ അവരെ പറയാൻ അവർക്ക് യോഗ്യതയില്ല. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു വിധവ, ഒരു വിധവയാണെന്നാണ് പറയാറുള്ളത്. ഒരു വിധവയ്ക്ക് ഒരു വിധവേനെ മനസ്സിലാവുക വിഷമവും വേദനയും. വിധവ പോട്ടെ, അത് ഒരു സ്ത്രീക്ക് വേണ്ട, ഒന്നും വേണ്ട, വിധവയും വേണ്ട, സ്ത്രീ വേണ്ട. മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു സാധനം അതവരില്ല. എനിക്ക് തോന്നുന്നില്ല ഒരു മനുഷ്യനാണോ എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോ ഈ ഇന്റർവ്യൂവിന്റെ അടിയിൽ ഒരുപാട് കമന്റ്സ് വന്നേക്കാം. അവൾക്ക് ഇപ്പോഴും അഹങ്കാരം കുറഞ്ഞിട്ടില്ല, അവൾക്ക് ക്യാൻസർ വന്നിട്ടോട്ടെ. ഞാൻ പറയട്ടെ, അഹങ്കാരം കുറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ ഉള്ളിലെ ഈ ഒരു എന്താ പറയുക ധൈര്യമാണ് ഞാൻ ഈ ക്യാൻസർ വന്നിട്ട് പിടിച്ചു നിൽക്കാൻ കാരണം. എനിക്കൊരു മോനുണ്ട്, ഒരു 7 വയസ്സ് ഇപ്പൊ ആകുന്നതേ ഉള്ളൂ. ആ കുഞ്ഞിന് വേണ്ടിയിട്ട് എനിക്ക് തിരിച്ചു വന്നേ പറ്റുള്ളൂ. ഈ കാര്യത്തുണ്ടെങ്കിൽ ഞാൻ ഈ ട്രീറ്റ്മെന്റിന് മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പല ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൂടെ ഒരു വീഡിയോ കണ്ട, ഒരു കുട്ടി തലേന്ന് ബർത്ത്ഡേ ആഘോഷിപ്പിച്ചെന്ന് മരിച്ചത്. എന്നെ 2 ദിവസം ഉറങ്ങിയിട്ടില്ല ഞാൻ അത് കണ്ടിട്ട്. ക്യാൻസർ പേഷ്യന്റ് ആണ്, 10-22 വയസ്സേ ഉള്ള കുട്ടിക്ക് ബർത്ത്ഡേ ആഘോഷിപ്പിച്ചെന്ന് മരിച്ചു. അപ്പൊ ഞാൻ എന്നെ ചിന്തിപ്പിച്ച്, ട്രീറ്റ്മെന്റ് നമ്മുടെ ആയുസ് ദൈവത്തിന്റെ കയ്യിലാണ്, നമുക്കറിയില്ല. നമുക്ക് ഇപ്പൊ ക്യാൻസർ വരട്ടെ, ഇപ്പൊ വേണം ഞാൻ അങ്ങോട്ട് നടന്നു പോയി ഒരു വണ്ടി അടിച്ചാൽ ഞാൻ മരിക്കാന്നതേ ഉള്ളൂ. അതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ഒരു ട്രീറ്റ്മെന്റിന് നമുക്ക് മനോധൈര്യമാണ് ഏറ്റവും. നമ്മുടെ മരുന്ന് നമ്മുടെ ശരീരത്തിൽ പിടിക്കണേ മനോധൈര്യം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ. ഈ ബ്ലോഗേഴ്സ് ഇവരുടെ റീച്ചിന് വേണ്ടിയിട്ടും ഇവരുടെ ഇതിന് ചെയ്തോട്ടെ, അവർ ചെയ്തോട്ടെ, എന്നെ വെച്ചിട്ട് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ മനുഷ്യത്വരഹിതമായിട്ടുള്ള വാക്കുകളായിരുന്നു ഉപയോഗിക്കുന്നത്. ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ തന്നെ മനുഷ്യത്വരഹിതമാണെന്ന് എനിക്കറിയാം. ചേച്ചിനടുത്ത് അത് ചോദിക്കുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇത് ആളുകൾ അറിയണമെന്ന് എനിക്ക് പേഴ്സണലി ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഞാൻ ഈ ഒരു പോസ്റ്റ്, ഒരു തമ്മിൽ കാണിക്കാം. ആ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. ഇതാണ് ആ തമ്മിൽ വരുന്നത്. ഇതിനകത്ത് ചേച്ചിയുടെ പടം വെച്ചിട്ടുണ്ട്, കിച്ചുവിന്റെ പടം വെച്ചിട്ടുണ്ട്, പിന്നെ ആ ബ്ലോഗറുടെ പടം വെച്ചിട്ടുണ്ട്. എന്തോ ഒരു റൈറ്റപ്പ് അത് റൗണ്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. കണ്ടിട്ട് ഇതാണ്: ഗർഭമാക്കിയോ? കിച്ചു രേണുവിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചോ? സത്യം ഇത്. കിച്ചു രേണുവിനോട് മോശമായി പെരുമാറിയോ? ക്വസ്റ്റ്യൻമാർക്ക്. ഈ സത്യം നിങ്ങൾ അറിയണം. പിന്നെ രേണുവിന്റെ ഗർഭം, പിന്നെ ഒരു മോർ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നി ഗർഭക്കഥ, എനിക്ക് തോന്നുന്നത് ഞാൻ ബിഗ് ബോസിൽ ആയിരുന്നപ്പം ഇറങ്ങിയ സംഭവമാണ്. ഞാൻ ഇറങ്ങിയ ഉടനെ ബിഗ് ബോസ് താരോ എന്റെ ഒരു ഫ്രണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല അവരെയൊക്കെ. ഞാൻ ഫ്രണ്ട് എന്ന് കരുതിയ ഒരാൾ എന്നെ പറ്റി ഇറക്കിയ ഒരു സംഭവമാണ്. ഞാൻ സുധിച്ചേട്ടന്റെ മരണത്തിന് ശേഷം, ഞാൻ വീണ്ടും അത് കുത്തിപ്പൊക്കുക എന്ന് കരുതരുത്, ഞാനത് സംസാരിക്കട്ടെ. സുധിച്ചേട്ടന്റെ മരണത്തിന് ശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നന്റ് ആയി, അബോർഷനാക്കി എന്ന് പറയുന്നത് സംഭവവുമായിട്ട് ബന്ധപ്പെട്ടാൻ തോന്നി ഈ വൃത്തികെട്ടായി ബ്ലോഗർ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തി. ഇതിനെപ്പറ്റി ഞാൻ എന്ത് പറയാനാണ് ചോദിച്ചിരിക്കുന്നത്? കിച്ചു രേണുവിനെ ഗർഭമാക്കിയോ എന്നാണ്. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത്? അത് ഇവന്റെ വീട്ടിലെ ഈ ബ്ലോഗറിന്റെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളായിരിക്കും അവനവന്റെ വായിലൂടെ സംസാരിക്കുന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് എനിക്കറിയാൻ പറ്റില്ല. ഇവർക്ക് റീച്ച് കൂട്ടാൻ വേണ്ടിയാണോ എന്ന് എനിക്കറിയില്ല. അവന്റെ വീട്ടിലെ കാര്യമായിരിക്കും പറഞ്ഞത്. എന്ത് പറയാനാണ് ഇതിനകത്ത് എന്താ എനിക്ക് എന്ത് മറുപടി പറയാൻ പറ്റും? എന്റെ വളർത്തുമാനാണ് രാഹുൽദാസ് എന്ന് കിച്ചു, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ ഒരു 5 മാസം മുന്നേ വരെ ആ ഒരു ബന്ധം നല്ല ദൃഢമായിട്ട് പോയിക്കൊണ്ടിരുന്ന ബന്ധം. എന്തുവാട്ടെ, ചിലപ്പം അതിനകത്ത് അസ്വാരസ്യങ്ങൾ കാണുമായിരിക്കും. ഇതെല്ലാം മറന്നുകൊണ്ടും എല്ലാം ക്ഷമിച്ചുകൊണ്ടും തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അന്നും ഈ 5 മാസം മുന്നേ ഞാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വളർത്തുമകൻ തന്നെയാണ്. അങ്ങനെ ഞാൻ പറയുന്നത്. പക്ഷെ അതിനകത്ത് പല കറുത്ത കൈകളും ചേർന്നു. അങ്ങനെ തന്നെ പറയും. ബ്ലോഗർ സ്ത്രീ അവരുടെ വീട്ടിൽ പോയി, എന്റെ ഭർത്താവിന്റെ വീട്ടിൽ പോയി, എന്റെ ഭർത്താവിന്റെ വീട്ടുകാർക്കും എന്റെ ഈ വളർത്തുമകനും അറിയാവുന്ന കാര്യമാണ്. ഈ ഒരു സ്ത്രീ എന്നെ അപമാനിക്കുന്നതും എന്നെ ദ്രോഹിക്കുന്നതും ഇതെല്ലാം എന്റെ വളർത്തുമകനും എന്റെ ഭർത്താവിന്റെ വീട്ടുകാർക്കും അറിയാവുന്ന കാര്യം. ഇന്ന് വരെ ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടുകാരെ ഒരു നെഗറ്റീവ് ഞാൻ പറഞ്ഞില്ല. പക്ഷെ എനിക്കിന്ന് പറയണം. ഇനി ഇതിന്റെ പേരിൽ ഇനി വിവാദം ഉണ്ടായാലും, ഇതിന്റെ അടിയിൽ നെഗറ്റീവ് കമന്റ്സ് കൊണ്ട് എന്നെ മൂടിയാൽ, എന്നെ ശപിച്ചാൽ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറച്ച് നല്ല ആളുകൾ എന്റെ വീട്ടുകാർ എന്റെ കൂടെ ഉള്ളത്തോളം കാലം ഞാൻ താഴെ വീഴത്തില്ല. എനിക്ക് പറയണം, ഈ സ്ത്രീ അന്ന് ഈ വീട്ടിൽ വന്നപ്പോൾ, അല്ലെങ്കിൽ എന്റെ ഭർത്താവിന്റെ വീട്ടിൽ വന്നപ്പോൾ ഇവരെന്തുകൊണ്ടാണ് അവരെ സഞ്ചരിച്ച് അതിനകത്ത് കയറ്റി? എന്നിട്ട് വലിയ പോസ്റ്റ് ഇട്ടല്ലോ, കുരു പൊട്ടുന്നവർ പൊട്ടട്ടെ. കുരു പൊട്ടാനാ? എനിക്കെന്ത് കുരു പൊട്ടാനാ? 11 വയസ്സിൽ അതുപോലെ സ്വന്തം പെറ്റതള അന്ന് ഉണ്ടായത്. പിന്നെയാണ് അവർ മരിച്ചത്. പെറ്റതള ഉപേക്ഷിച്ച ഒരു കുഞ്ഞിനെയും ഭാര്യ, രണ്ടാമത്തെ ഭാര്യ പോലെ ഉപേക്ഷിച്ച ഒരു ഭർത്താവിനെയും കൂടെ ഞാൻ നോക്കിയതാണോ തെറ്റ്? അയാളെ സ്നേഹിച്ച് ദൈവം ഇരിപ്പുണ്ടല്ലോ ഫോട്ടോ, ഇദ്ദേഹത്തെ സ്നേഹിച്ച് ആ കുഞ്ഞിനെ ഞാൻ ബോഡിക്ക് നിർത്തിയോ? ഒരു വാക്കുകൊണ്ട് ഞാൻ വേദനിച്ചിട്ടില്ല 11 വയസ്സുള്ള കുട്ടീനെ. ആ 11 വയസ്സ് തൊട്ട് ഈ 18 സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞും 1 വർഷം എന്റെ കൂടെ തന്നെയായിരുന്നു. ഞാനൊരു വാക്കുകൊണ്ട് നോക്കൊണ്ട് വേദനിച്ചിട്ടില്ല. അവൻ ചെയ്ത തെറ്റുകളെല്ലാം ഞാൻ മറന്ന് ക്ഷമിച്ചു ഞാൻ മുന്നോട്ട് പോയതാണ്. എനിക്ക് വന്നത് അതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഇത്രയൊക്കെ അറിയാം. എന്നെ പലപ്പോഴും ദ്രോഹിച്ച് ഈ സ്ത്രീയെ വീട്ടിൽ കയറ്റി ഇരുത്തണമെങ്കിൽ ഇവരെന്തുകൊണ്ട് എന്നെ അപ്പം എന്താണ് ഇവർ മനസ്സിലാക്കി? ഇവരൊന്ന് ചിന്തിക്കണം. എന്റെ ഭർത്താവിന്റെ വീട്ടുകാരൊന്ന് ചിന്തിക്കണം. ഞാൻ ആരും പേര് പറയുന്നില്ല. എന്റെ ഭർത്താവിന്റെ വീട്ടുകാരൊന്ന് ചിന്തിക്കണമായിരുന്നു. എന്റെ മകന്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ സുധിയുടെ ഭാര്യയാണ്. ഒന്നും വേണ്ട, അവന്റെ കുഞ്ഞിന്റെ അവരുടെ അമ്മയും കൂടാണ്. ആ രാഹുൽദാസ് മാത്രമല്ല, സുധിക്ക് മകൻ മൃദുൽദാസും ഉണ്ട്. ചിന്തിക്കണമായിരുന്നു. ഒന്നും വേണ്ട, കയറി വന്നെങ്കിൽ മാന്യമായിട്ട് പറഞ്ഞു വിടണമായിരുന്നവരെ. നിങ്ങൾ എന്റെ മരുമകളെ പറ്റി ആവശ്യമില്ലാത്ത പറയുന്നതാണ്, അല്ലെങ്കിൽ ഇതിനെ പറ്റി നിങ്ങൾ എന്തിനാ വെറുതെ കുടുംബം കലക്കുന്നത്? ആ അമ്മയും മകനെ ഇപ്പം മര്യാദയ്ക്ക് പോകല്ലേ ബന്ധം? അന്ന് തൊട്ടാണോ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്? എന്നെ വേണ്ടത്ര എനിക്ക് വേണ്ട. ഞാൻ എന്തായാലും എന്റെ ഇളയ മകനോട് ഞാൻ പറയുന്നില്ല നീ അവരെ വേണ്ട ഇവിടെ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ട് ഇതുവരെ ഞാൻ പറഞ്ഞില്ല. അവനവന്റെ ഇഷ്ടം.
അവന്റെ അപ്പന്റെ വീട്ടുകാരെ അവന് വേണമെങ്കിൽ അല്ലെങ്കിൽ അവര് ഇന്ന് വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ, ഇപ്പോഴും തിരിഞ്ഞു നോക്കുന്നില്ല. ഞാൻ തന്നെയല്ലേ കുഞ്ഞിനെ നോക്കുന്നത്. ഇതൊക്കെ ഞാൻ മറച്ചു വെച്ചെങ്കിൽ ഞാൻ നല്ല കുറെ പാവം കമന്റ്സ് വരും. അയ്യോ പാവം പാവം കൊണ്ടിട്ട് എനിക്ക് അനുഭവിക്കാൻ പറ്റൂ? എനിക്ക് ആരും കൊണ്ട് തരുന്നുണ്ടോ? തരാന്ന് പറഞ്ഞു ഒരുപാട് പേര് ക്യാൻസർ ആയപ്പോൾ ഡീണുവിനെ സഹായിക്കും. ആ തന്നേനെ തരത്തിന് ഞാൻ ആരും കുറ്റപ്പെടുത്തി. എനിക്ക് ഒന്നും വേണ്ട, ആർക്കും ഞാൻ ആരോടും ഞാൻ ചോദിക്കുന്നില്ല. എന്നിട്ട് നാളെ പറയുക അവിടെ എഴുതിയിരിക്കുന്ന എന്റെ പൈസ കൊണ്ട് അവൾക്ക് ക്യാൻസർ വന്നു. ഇതൊന്നും കേൾക്കേണ്ട കാര്യമില്ലല്ലോ. ഇത്രയും തെറിയായിട്ട് ഞാൻ കുറച്ച് പൈസ ഉണ്ടാക്കിയോണ്ട് ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു, അതും കള്ളത്തരമാണെന്ന് പറയുന്നു. അപ്പൊ ഈ സ്ത്രീ അന്ന് ആ വീട്ടിൽ വന്ന് കയറിയോണ്ടല്ലോ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇവർക്ക് ഇത്ര അറിയത്തില്ലായിരുന്നു ആ സ്ത്രീ ഇന്ന പോലെ ആരും ഇവരുടെ ആൾക്കാരൊന്നും അല്ലാതെ അവിടെ ഇരുന്നു. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ എന്തിനാണ് ഇത്ര ഭയങ്കര നീ ഇടപെടാൻ? എനിക്കറിയില്ല. കുരു കൊടുത്തവരെ കൊട്ടത്തെ പോസ്റ്റ് അതിന് തലേന്ന് കൂടെ എന്റെ ഭർത്താവിനെ ഞാൻ പൈസ കൊടുത്തിരിക്കുക. 500-200 രൂപ അല്ല ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഞാൻ പിന്നീടാണ് അറിയുന്നത് പല ബ്ലോഗേഴ്സിനെയും. അല്ല ഞാൻ ചോദിക്കട്ടെ, രാഹുൽദാസിന് എന്തും പറയാം, അതും കുഞ്ഞ് അവരെന്തും പറയാം. രേണു സുധിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. രേണു സുധിയുടെ വീട്ടുകാർ രേണു സുധി നിഷ്ഠജീവികൾ, വൃത്തികെട്ട ആൾക്കാർ. അങ്ങനെയാ രേണു സുധിക്ക് ഒന്നും വേണ്ടാൻ പറ്റത്തില്ല. അങ്ങനെ പാവം കുഞ്ഞ് ഇതിന്റെ കമന്റ്സ് കണ്ടോണം. ഇപ്പോഴേ ഞാൻ പറയാം എന്തൊക്കെയാ വരുന്നതെന്ന്. അവളെ ഇട്ടുകൊടുത്തല്ല പല കാര്യങ്ങളും ഞാൻ മൗനം പാലിച്ചിരുന്നു. ഇനി അങ്ങനെ മൗനം പാലിക്കുന്നില്ല. ഇനി ഞാൻ മൗനം പാലിക്കുന്നില്ല. മൗനം പാലിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടിയോ? ക്യാൻസർ വന്നിട്ട് എന്നെ പറയുന്നത് തന്നെ തിരക്കണ്ടിരിക്കുമല്ലേ? മൗനം പാലിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടിയോ? ചിത്രം എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ആരും ഒന്നും കൊടുത്തായിരുന്നില്ല. എത്രയോ പേര് എനിക്ക് കൊണ്ട് തരാം. ഞാനതൊക്കെ പിന്നീട് സംസാരിക്കാം. പറഞ്ഞ ഇമോഷണൽ ആവുന്ന അറിയോ? കുന്തപ്പൻ 6 വയസ്സേ ഉള്ളൂ. അവൻ എന്തറിയാനാ? അവനൊന്നും അറിയത്തില്ല. പല കാര്യങ്ങളും ഞാൻ ആലോചിച്ചു ദൈവം ഇന്നലെയും കൂടി ഞാൻ ഈ കുഞ്ഞിനെ വിളിച്ച് അല്ലെങ്കിൽ ഇവൻ ഞാൻ സഹായമല്ല എന്റെ കടമ ഞാൻ ചെയ്തതല്ല. എന്നിട്ട് ഇവൻ എന്താ ഇങ്ങനെ ഇത്ര അറിയത്തില്ല ഈ സ്ത്രീയായിട്ട് ഈ സ്ത്രീ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നതാണ്. ഒരുമിച്ചിരുന്ന ഫോട്ടോ എടുത്തല്ലോ ദൈവം. എനിക്ക് എന്തുമാത്രം വിഷമം. ഞാൻ ആരെ കാണിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ. ആരോട് പറഞ്ഞില്ല എനിക്ക് വിഷമമുണ്ടെന്ന്. ഞാൻ ചുമ്മാ അഭിനയിച്ച് കാണിച്ചു റീൽ ചെയ്ത് സന്തോഷം. പക്ഷെ ഞാൻ 11 വയസ്സ് തൊട്ട് ഞാൻ നോക്കിയതാ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പൊക്കി പിടിക്കുന്നവരുണ്ടല്ലോ ഈ 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ എന്താണെന്ന് അമ്മ ഞാൻ ഉപദേശിച്ചെന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ പോയി നിൽക്കായിരുന്നത്? ഇന്ന് 22 വയസ്സുള്ള യുവാവാണ് അവൻ. ഇന്ന് പൈസ ഉണ്ട് ആവശ്യത്തിന്. അതൊന്നും ഇല്ലായിരുന്നപ്പോൾ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. എന്താണ് മനസ്സിലായി? എനിക്ക് വിഷമമുണ്ട്, ദണ്ണമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഞാൻ പറയത്തില്ല ഇന്ന് വരെ നാക്ക് ഒരു നെഗറ്റീവ് എന്റെ ഭർത്താവിന്റെ വീട്ടുകാരെ പറ്റിയോ എന്റെ വളർത്തുമാനെ പറ്റിയോ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് എനിക്ക് പറയേണ്ടി വന്നു. അത്ര ഞാൻ അനുഭവിച്ചു. ക്യാൻസർ ആയിട്ട് കിടന്നിട്ട് പോലും നോക്കി എന്നെ കാണാൻ വന്നു. വിഷമമുള്ളവരുടെ വിഷമത്തിൽ 6 വിഷമം തീർക്കട്ടെ. 6 വിഷമം ഇന്ന് വരെ വിളിച്ചു. ഞാൻ ബ്ലോക്കാക്കിയിട്ടായിരുന്നു. എന്തിനാണ് ഇനി ഇതിന്റെ കമന്റ് വരട്ടെ. എന്നെ വേണ്ടാത്ത എനിക്ക് വേണ്ട. അതിന് വേണ്ടി തൂക്കിക്കൊല്ലം കൊല്ലട്ടെ കോടതി തൂക്കിക്കൊല്ലട്ടെ. ഇങ്ങനെ ജീവിതത്തിന്റെ കണക്ക് തന്നെയാണ്. നിങ്ങൾ തുറന്ന് സംസാരിക്കാനായിട്ടുള്ള എന്തിനാണ് മോളെ തുറന്ന് സംസാരിക്കും? 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ എല്ലാ കാര്യങ്ങളും അറിയാന്നല്ലേ. കുഞ്ഞു കൊച്ചൊന്നും അല്ലായിരുന്നല്ലോ ഒരു 17-18 വയസ്സിലൊക്കെ. ഞാൻ അനുഭവിച്ചതും അവന്റെ അച്ഛനും അമ്മയും ആയിട്ടുള്ള ഞാൻ അനുഭവിക്കുന്നതും കാര്യം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നു. അന്ന് ഒരു പട്ടിണി കിട്ടിട്ടില്ല. ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്. സുധി ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്. പക്ഷേ ഈ കുഞ്ഞിനെ ഞങ്ങൾ പട്ടിണി കിട്ടിട്ടില്ല. പിള്ളേർ അതൊക്കെ എന്തുകൊണ്ട് മറക്കുന്നു? എനിക്കെതിരെ എന്നിട്ട് കുറെ ബ്ലോഗർമാർക്ക് ഓരോ ഇൻഫർമേഷൻ കൊടുക്കുക. ഇതൊക്കെ ഞാൻ പിന്നീടാണ് അറിയുന്നത്. പൈസ കിട്ടുമായിരിക്കും പൈസ. നീ ഇതിനെതിരെ എന്ത് വന്നാലും ഞാൻ തളരത്തില്ല. ഇതിനെതിരെ ഇപ്പൊ സോഷ്യൽ മീഡിയ വലിയ വിവാദമുണ്ട്. അവള് കൊച്ചിനെ ഇട്ട് കൊടുത്തി. ഞാൻ അവര് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. എനിക്ക് പറയാനുണ്ടേ പല കാര്യങ്ങളും ഇപ്പൊ ഞാൻ മറച്ചു വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അത് എന്തുകൊണ്ട് ചേച്ചി അങ്ങനെ മറച്ചു വെച്ച് സംസാരിക്കാറ്? ഇത്രയും എന്താ പറയാ കേൾക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേച്ചി ഓൾറെഡി കേട്ടു. ഞാനായതുകൊണ്ട് എനിക്ക് മനസ്സിന് ഒരു സാക്ഷിയുണ്ട്. മനസ്സാക്ഷി എന്ന് പറഞ്ഞത് ഒരുപാട് പേര് അതായത് രേണു സുധിനെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അതായത് രേണു സുധി അങ്ങനെ ചെയ്തു, ഇവിടെ എത്തി അവിടെ എത്തി എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടം പോലെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് രേണു സുധിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്ക് എത്ര 65 ലക്ഷമോ എങ്ങാണ്ടോ ലക്ഷങ്ങൾ സമ്പാദിച്ചു എന്നൊക്കെ പറയുന്നത് രേണുസുധിനെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തൊക്കെ ആയിക്കോട്ടെ, അപ്പം അങ്ങനെ രേണുസുധിനെ ബേസിൽ റീച്ച് ഉണ്ടാക്കുന്നവർ കൂടി ചിലപ്പോൾ നെഗറ്റീവ്സ് പറയുന്നുണ്ട് അല്ലേ. ഇങ്ങനെയൊക്കെ ആയിക്കോട്ടെ, രേണുസുധിനെ ബേസിൽ റീച്ച് ഉണ്ടാക്കുക എന്തും ആയിക്കോട്ടെ. പക്ഷേ അവരൊരു ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റുന്നതിന് പകരം അവർ നെഗറ്റീവ്സ് കൊണ്ട് അടിച്ച് താഴ്ത്താണ് ഒരുപാട് പേര് ചെയ്യുന്നത്. എല്ലാവരും അല്ല, ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അതിനായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അവരുടെ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് റീച്ച് ഉണ്ടാക്കി അതിൻ്റെ പൈസയ്ക്ക് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ കമൻറ്റ്സ് ഇടുന്നവർക്കൊക്കെ എങ്ങനെ സമ്മതിക്കുന്നത് ഇത്തരത്തിൽ കമൻറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട്? ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ രേണുസുധിക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്, അതുപോലെ തന്നെ പോസിറ്റീവ് സൈഡും ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ എന്തൊക്കെ ആയിക്കോട്ടെ, ഒരാൾ എങ്ങനെയാണോ അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് നമ്മളല്ല തീരുമാനിക്കേണ്ടത്. അപ്പോൾ അവരുടെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അവരുടെ രീതിക്ക് അങ്ങനെ പോയിക്കോട്ടെ. പക്ഷെ നമുക്ക് പറയാം ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, കമൻറ്റ്സ് നമുക്ക് വീഡിയോ കാണുമ്പോൾ നമുക്ക് കമൻറ്റ് സെക്ഷനിൽ എന്താ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കമൻറ്റ് സെക്ഷൻ ഉള്ളത്. ഓക്കെ, അതൊക്കെ ശരിയാണ്. പക്ഷേ നമുക്ക് എന്താ പറയുക, അവർ പറയുന്നുണ്ട് മനുഷ്യത്വം എന്നൊരു സംഭവം ഉണ്ടല്ലോ അല്ലേ. അതിൻ്റെ ബേസിൽ ഇങ്ങനെ അസുഖം ഉണ്ടെന്ന് അറിഞ്ഞിട്ടെങ്കിലും ഈ കമൻറ്റ്സ് ഒന്ന് ഒഴിവാക്കിക്കൂടെ? മനസ്സിലാക്കട്ടെ. എന്നെക്കാൾ അറിവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പല ഇപ്പോഴും ഞാൻ ഈ എന്റെ മുടി വിക്കാണ്. കീമോ തുടങ്ങി നമ്മുടെ കൺവീന് പോകും, നമ്മുടെ മുടി മുഴുവൻ പോകും, മുടി എല്ലാം പൊഴിഞ്ഞു പോകും. വിക്കാണ് എനിക്കിത് ഇങ്ങനെ കാണിക്കുന്നതിന് എനിക്കൊരു വിരോധമില്ല. ചെറിയിടൂ. അപ്പൊ ഇത്രയും വിഷമിച്ചിരിക്കുമ്പോൾ ഈ കുഞ്ഞ് എന്നോട് വന്ന് പറയാമേ അമ്മയുടെ മുടി എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞ അമ്മയുടെ മുടി ഇങ്ങനെ ഒരു അസുഖം വന്ന നമുക്ക് അപ്പൊ അമ്മയുടെ മുടി ഡിസംബറിൽ വരും. ഇന്ന് വന്നിട്ട് അമ്മയുടെ മുടി ഡിസംബറിൽ വരുമോ? അമ്മ നമുക്ക് വരും മോനെ. ആ കുഞ്ഞ് എന്നോട് സ്നേഹമുണ്ട്.
ഏച്ച് വെച്ചാൽ മുഴച്ചിരിക്കുന്നത് പണ്ടുള്ള ഒരു ചൊല്ല് പറഞ്ഞത്. ഞാനേ ഈ കുഞ്ഞിനെ ഈ 11 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ എങ്ങനെയാണ് നോക്കി ഈ മനുഷ്യനറിയാം, എന്റെ വീട്ടുകാർക്കറിയാം, അയൽപക്കങ്ങൾക്കറിയാം, എന്റെ ബന്ധുക്കാർക്കറിയാം. എന്റെ ബന്ധുക്കൾ വീട്ടിൽ വന്ന എന്റെ ഏതെങ്കിലും ബന്ധുക്കൾ വീട്ടിൽ വന്ന എന്റെ എന്തെങ്കിലും ഫുഡ് ഐറ്റം വല്ല കൊണ്ടുവന്ന് എന്റെ അമ്മ പറയും, അതെ അവനെ കൊടുക്കും, അവരൊരു വരരുത്, വിഷമം വരരുത്. അങ്ങനെയാണ് ഞങ്ങൾ അവനെ ഞങ്ങളുടെ ബന്ധുക്കളുടെ മുന്നിൽ പോലും അവനെ ഞങ്ങൾ കൊണ്ടുവന്നത്. അറിയാം, അതൊക്കെ മറന്നിട്ട് പെരുമാറുന്നത്. എനിക്കൊന്നും വേണ്ട. കിച്ചു രാഹുൽ സന്തോഷമായിട്ട് ബിസിനസ് ചെയ്ത് ബിഗ് ബോസിൽ കയറാൻ എന്തും ആയിക്കോട്ടെ, പൈസ കൊണ്ടിട്ട് ജീവിക്കുന്നത് എനിക്ക് ഒരു രൂപ തന്നിട്ട് എനിക്ക് വേണ്ട. ക്യാൻസർ ആയിട്ട് കിടക്കുമല്ലേ, ഒരു വിഷമമുള്ള വിഷമം. എന്താല്ലേ ക്യാൻസർ എന്നൊക്കെ പറയുമ്പോൾ അത്രയും ഒരു ഭയാനകമായിട്ടുള്ള ഒരു അസുഖമാണല്ലേ. ഞാനിതിന്റെ പേരിൽ ഇനി അഹങ്കാരി ആയിക്കോട്ടെ, അവൾ ക്യാൻസർ വന്ന് അവൾക്ക് നാക്കുള്ളതുകൊണ്ട് ഞാൻ ഇന്ന് ഈ ട്രീറ്റ്മെന്റ് പിടിച്ചു നിൽക്കുന്ന ജീവനോട് ഇരിക്കുന്നത്. അല്ല ഞാൻ പണ്ടേ ഇനി ഇവൻ എന്നെ ഓർത്തത് എന്നെ പെട്ടി വെച്ച് ഞാൻ പോകുന്നു ബൈ ബൈ പറഞ്ഞാൽ പോകുന്നു, അങ്ങനെയാണ് ഓർത്തത്. അതായത് ചേച്ചി ഇപ്പോഴും തിരിച്ചു വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞേ എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ, അവരെങ്ങനെയാണെങ്കിലും ജീവിച്ചോട്ടെ. അവർ നമ്മളുടെ ഒരു സഹായം ചോദിക്കാത്തിടത്തോളം കാലം നമ്മൾ അവരുടെ കാര്യത്തിൽ ഉത്തരവാദിത്തപ്പെടേണ്ട ആവശ്യമില്ല. അവരുടെ വീഡിയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യട്ടെ, അവരതിനൊരു പൈസ ഉണ്ടാക്കി അവർ ചികിത്സ സഹായത്തിന് വേണ്ടി അവർ ഉപയോഗിച്ചോട്ടെ, അവരങ്ങനെ രക്ഷപ്പെടട്ടെ എന്ന് കരുതും. ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.